ഇന്ന് രാത്രിത്തെ ദിവസം മുതലാണ് ഞാൻ തുടങ്ങുന്നത്. രാത്രി പൊറോട്ടയും ചിക്കൻ കറിയാക്കിയിട്ടുണ്ടായി, ചിക്കൻ പൂന മസാല. പൊറോട്ടേൻ്റെ റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ പൂന മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നെയിൽ പോളിഷ് വെക്കുന്നുണ്ട്. ഇത് വെക്കുന്നത് വെറുതെ അല്ല, ഒരു നെയിൽ പോളിഷ് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ നഖം വെച്ചിട്ട് ഉണക്കുക, നെയിൽ പോളിഷ് വെച്ചിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഉണക്കുക എന്ന് നമ്മൾ പറയുന്ന ഭാഷയാണ് കണ്ണൂർക്കാർ. ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും. അപ്പോൾ എനിക്ക് തോന്നി വാങ്ങിക്കണമെന്ന്. ചെറിയ പൈസക്ക് മീഷോന്ന് കിട്ടിയപ്പോഴത്തേക്കും വാങ്ങി. ഇതുപോലെ ചാർജിനിട്ട പോലെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ താഴെ ഇങ്ങനെ കൊണ്ടക്കണം. അപ്പോൾ ആ ലൈറ്റ് അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കൊണ്ടക്കുന്നുണ്ട്, ലേറ്റസ്റ്റ് ട്രൈ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ സൈഡ് പെട്ടെന്ന് ഉണങ്ങി കിട്ടി. അങ്ങനെ അടുത്ത ആ ഒരു നമ്മളെ തമ്പില്ലേ അതും കൂടിയിട്ട് വെച്ച് കൊടുത്ത്. അപ്പോഴത്തേക്കും സംഭവം കംപ്ലീറ്റ്ലി ഉണങ്ങി. എന്തായാലും സൂപ്പർ സാധനം തന്നെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഓഫീസിൽ പോയി. പിന്നെ എൻ്റെയും ദേവുവിൻ്റെ ഒരു വീഡിയോ. പ്രത്യേകിച്ച് ഡയലോഗൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് 2-3 കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അത്രയും എടുത്തിട്ടില്ലോ അന്നത്തെ ദിവസം. പിന്നെ ഇതെന്ന് പറയുന്ന ഇൻഡസ് വാലിയിൽ നിന്ന് നമുക്കൊരു പാത്രം അയച്ചു തന്നിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കുന്നത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ രാവിലെ ഇഡ്ഡലിയാണ് ആക്കിയിട്ടുണ്ടായിന്. ഇഡ്ഡലീൻ്റെ റെസിപ്പിയും കുറച്ച് പേരെല്ലാം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വരും വീഡിയോസിൽ ഇഡ്ഡലീൻ്റെ റെസിപ്പി ഇടാമല്ലോ. അപ്പോൾ വി വിൽ ഡു ദാറ്റ്. ഓക്കെ, അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി ആക്കി കഴിച്ചു, ഓഫീസിലേക്ക് പോയി. പിന്നെ ഉച്ച സമയമായപ്പോഴത്തേക്കും രാവിലെ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും ദേവുവിന് വിശന്നു എന്ന് പറഞ്ഞു. അവളൊരു മീറ്റ് റോള് വാങ്ങി. ഞാനൊന്നും വാങ്ങിയിട്ടില്ല, ഞാനത് നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അവൾക്ക് ഭയങ്കര തണുപ്പായിരുന്നു, ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അതിനാണെങ്കിൽ തണുപ്പ് കുറച്ച് കൂടുതലാണെന്ന് സഹിക്കാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ പണിയിലോട്ട് കിടന്ന പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്കും ഞാൻ ചോറ്, ക്യാബേജ്, മീൻകറി, അവൾ ഉണക്ക ബ്രെഡും. മീറ്റ് റോള് തിന്നിട്ട് വിശപ്പില്ല പോലും, അങ്ങനെ ബ്രെഡ് അവളെ തിന്നത്. പിന്നെ വൈകുന്നേരം ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചു. നമുക്ക് ബ്രേക്ക് എടുക്കേണ്ട ഇടക്ക്. അപ്പം അങ്ങനെ വരുമ്പം എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കണമല്ലോ. അങ്ങനെ ഒന്ന് കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് ഞാൻ കുറച്ച് കാപ്പിയെ കുടിക്കുകയില്ല. അങ്ങനെ കുറച്ച് കാപ്പിയെല്ലാം ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നുണ്ടായിനി. കുടിച്ചിട്ട് ആടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് പിന്നെ വീണ്ടും ജോലിയിലേക്ക് കയറി. ജോലിയൊക്കെ കഴിഞ്ഞ് ഷട്ട് ഡൗൺ ചെയ്ത് നമ്മളതാ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും അന്ന് ലാപ്ടോപ്പ് എടുക്കേണ്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ ലാപ്ടോപ്പ് എല്ലാം പാക്ക് ചെയ്ത് ഞാൻ എല്ലാം എടുത്ത് വെച്ച് ഇറങ്ങിയിട്ട് അമ്മിയേട്ടൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിനി. സോ വി ബൈഡ് ഫിഷ്. എന്നിട്ട് ഫിഷ് വാങ്ങി വീട്ടിലേക്ക് പോയി. ഒരു കുട്ടി പിസ്സ അമ്മയാക്കിയിട്ടുണ്ടായിനി. ചായയും പിസയും തിന്നു. അന്നത്തെ ദിവസം കംപ്ലീറ്റ്. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഓർത്തത്. രാവിലെ എൻ്റെ മക്കളെ കീച്ചിട്ട് ടിഫിനെല്ലാം ആക്കി കൊടുത്ത് കൊണ്ടുവന്ന തിരക്കിൽ എപ്പോഴും വീഡിയോ എടുക്കണം എന്ന് നിൽക്കും. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, ഐ ഡോണ്ട് റിമെമ്പറേ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് എടുക്കാത്തത്. അപ്പോൾ അവൾ ചൂടാക്കുന്നുണ്ട്. ദേവു ഫുഡ് ചൂടാക്കിയിട്ടാണ് കഴിക്കൽ. വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചൂടാക്കാം. ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല, കാരണം ചെറിയൊരു ചൂട് ഈ ഒരു പാത്രത്തിൽ എനിക്ക് നിൽക്കലുണ്ട്. ചോറ്, ക്യാബേജ് വറവും കറിയെല്ലാം കൂട്ടിയിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. അവളും ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും വരുന്നു, വർത്തമാനം പറയുന്നു, പോകുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു കാപ്പി കുടിക്കാൻ ഇറങ്ങി. ഇതേ കാപ്പി കുടിക്കലായി. കുറച്ച് കാപ്പിയും കുടിച്ച് വീട്ടിലെത്തി. ബ്രെഡ്, കേക്ക്, കായ്പോളയും ചായയും എല്ലാം കുടിച്ച് ആഹാ വണ്ടർഫുൾ. പിറ്റത്തെ ദിവസം നമ്മൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. കൊറോണ വൈറസ് പോലെയുള്ള ഈ ഒരു സാധനത്തിനെ കുറിച്ചിട്ടാണ്. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ തുണി കുടുങ്ങൂലേ? വിൽ നോട്ട് കുടുങ്ങൽ എന്നാണ് പറയുന്നത്. സോ വി മസ്റ്റ് ട്രൈ. അങ്ങനെ ഞാൻ മീഷോന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തുണി ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. സംഭവം കറക്റ്റ് വർക്കിംഗ് ആട്ടാ. ഇട്ട് കഴിഞ്ഞ് നമ്മൾ തുണി എടുക്കുമ്പോഴത്തേക്കെല്ലാം കുരുങ്ങിക്കിടക്കൂലേ, കുടുങ്ങിയിട്ട്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മൾ തുണിയിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓരോ കുടയുന്നത് നല്ലതാണ്. ഈ കുഞ്ഞി കുട്ടി കൊറോണ പോലെയുള്ള ബോളില്ലേ, അതിൻ്റെ ഇടയിൽ കുടുങ്ങും. ഓക്കെ. ദെൻ രാവിലെ വട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മിയേട്ടൻ. വടയും ചമ്മന്തിയും പിന്നെ നൂൽപ്പിട്ട് മുറ്റക്കറിയും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറ്, മൊളീശം, പയറ് വറവ്, പിന്നെ അച്ചാറും. അപ്പോൾ അതും കഴിക്കുന്നുണ്ട്. അതെല്ലാം കഴിച്ച് സാറ്റർഡേ സൺഡേ നമ്മൾ എന്ത് ചെയ്യണം? ചോറ് കഴിച്ചാൽ നമ്മളൊന്ന് വിശ്രമിക്കണം, കിടന്നുറങ്ങണം. അങ്ങനെ ചോറൊക്കെ കഴിച്ച് നല്ല ഉറക്കെല്ലാം കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്ക് ചായ, കാപ്പി എന്തെങ്കിലും ആക്കി കുടിക്കണമല്ലോ. ചായയും പിന്നെ മധുരക്കിഴങ്ങും ആക്കിയിട്ടുണ്ടായിന്. അങ്ങനെ അത് കഴിക്കുന്നുണ്ട്. മധുരക്കിഴങ്ങെല്ലാം ആക്കി കഴിച്ച് കഴിഞ്ഞിട്ട് വാവേൻ്റെ അപ്പുറം കുറച്ച് നേരം കളിക്കുന്നുണ്ട്. അദ്രി ആടുന്ന് TV കാണുന്നുണ്ട്. അങ്ങനെ അവൻ്റെ അപ്പുറം കുറച്ച് നേരം കളിയെല്ലാം കഴിഞ്ഞ് രാത്രി നല്ല അയിലക്കറിയും ദോശയും. അത് ഭയങ്കര കോമ്പിനേഷനാണ്. നമ്മളെ സ്വന്തം നല്ല രാവിലെ അരച്ച പോലത്തെ കൂട്ടുള്ള ദോശ. സോഫ്റ്റ് ആയിട്ടുള്ള ഈ ദോശൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ സുബിത മാജിക്കൽ ദോശ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമേ. അരിയും ചോറും മാത്രം കൂട്ടിയിട്ടുള്ള ദോശയാണിത്. അത് ഈ അയിലക്കറീൻ്റെ അപ്പുറം കൂട്ടി തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ്.
പിന്നെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ കുറച്ച് റിവ്യൂ എടുക്കുന്നത്. നമ്മൾ കുറേ ഇറേസേഴ്സ് വാങ്ങിയിട്ടുണ്ട്, അതിന് റബ്ബർ കട്ടകൾ, അത് പല തരത്തിലുള്ളത്. അതിൻ്റെ ഷേപ്പ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. മീഷോന്ന് ചെറിയ പൈസക്ക് ശരിക്കും ചോക്ലേറ്റ് പോലെ ഉണ്ട്, ചോക്ലേറ്റിൻ്റെ മണമുണ്ട്, അടിപൊളി റബ്ബർ. പക്ഷേ പിള്ളേർക്ക് സ്കൂളിൽ കൊടുക്കാൻ പറ്റില്ല. കുഞ്ഞു പിള്ളേരെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് ചോക്ലേറ്റ് വാങ്ങിച്ച് തിന്നു കളഞ്ഞാലോ, വി കനോട്ട് കൊടുക്കൽസ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വലിയ മക്കൾക്കെല്ലാം നിങ്ങൾ കൊടുക്കുക. ഒരു 8ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേർക്കെല്ലാം ഇത് വേണമെങ്കിൽ മുറിച്ച് കൊടുത്താലും മതിയല്ലോ, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു പിള്ളേർക്ക് മുറിച്ച് കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് തീപ്പെട്ടി പോലെയില്ല, എന്താണ് റബ്ബറാണ്. തീപ്പെട്ടി പോലെയില്ല, തീപ്പെട്ടി എന്നാണ് പറയാൻ പോകുന്നത്. തീപ്പെട്ടി പോലെയുള്ള റബ്ബറാണ്. ഇതും ഒരു കാരണവശാലും പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊടുത്തിടാൻ കഴിയില്ല. കാരണം നാളെ പിള്ളേർ തീപ്പെട്ടി എടുത്തിട്ട് വന്നാലോ, അതും പറയാൻ പറ്റില്ല. ഞാൻ കണ്ടേരെ ഒരു ആവേശത്തിന് വാങ്ങിയതാണേ. അല്ലേ ഇനി കുഞ്ഞു കുഞ്ഞു പൈസ മാത്രമേ ഉണ്ടായില്ലൂ. ഓഫർ ഉണ്ടല്ലോ, 9 റുപ്യേൻ്റെ സെയിൽ, 19 റുപ്യേൻ്റെ സെയിൽ, അങ്ങനെയെല്ലാം വരുമ്പോൾ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങൽ. കണ്ടപ്പോൾ ഐ ലൈക്ക് ഇറ്റ്, സോ ഞാൻ വാങ്ങി. റബ്ബറെല്ലാം അടിപൊളി റബ്ബറാണ്, നല്ലോണം മായുന്നുണ്ട്. ടാഗ് പ്രോഡക്റ്റിൽ ഇതിൻ്റെ അകത്തുള്ള പ്രോഡക്റ്റെല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കൊടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മീഷോയിൽ പോയിട്ട് തപ്പിയാൽ മതി. ക്യൂട്ട് ഇറേസർ എന്നെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ വിചാരിക്കുന്നുണ്ടായിനി ഇതെല്ലാം ആർക്കും കൊടുത്താലോ എന്ന്. അങ്ങനെ ഒരു മനസ്സിലൊരു വിചാരം വരുന്നുണ്ടായിനി. പണ്ടേ എന്നോട് പിള്ളേരെല്ലാം പറയുന്നുണ്ടായിനി ചേച്ചി കൊടുക്കുന്നുണ്ടെങ്കിൽ പറയണേന്ന്. പക്ഷേങ്കിൽ അത്രപ്പാട് സാധനമൊന്നും നമ്മളെ കൈമിൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മളങ്ങനെ കൊടുക്കുക അല്ലേ. വി കനോട്ട്, നമുക്ക് അത്രപ്പാട് സാധനമൊന്നും ഇല്ല ആക്ച്വലി. നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വരട്ടെ, നമുക്ക് എന്തെങ്കിലും കിട്ടട്ടെ, അപ്പം നമ്മളെന്തായാലും കൊടുക്കുന്നതായിരിക്കും. ഡോണ്ട് വെറി. ഇത് ബ്ലാക്ക് പിങ്ക് ഇട്ടത് എനിക്ക് ഈ പിങ്ക് കളർ ബോക്സ് കണ്ടപ്പോഴത്തേക്കും തീപ്പെട്ടി കണ്ടപ്പോഴത്തേക്കും ബ്ലാക്ക് പിങ്കിനെ ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് പിങ്ക് ഡബർ കെട്ടാന്നെല്ലാം ക്യാപ്ഷൻ കൊടുത്തിന്. കാരണം നമുക്ക് അങ്ങനെ ഒരു കാണുമ്പോൾ തന്നെ ഓർമ്മ വരില്ലേ. ഇത് ശരിക്കും തീപ്പെട്ടിനെ പോലെ തന്നെയാണ് കാണാൻ, പക്ഷേങ്കിൽ അടിപൊളി ഇറേസറാണ്. വെറൈറ്റികൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ? അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഇറേസർ അല്ല, വെറൈറ്റി ആയിട്ടുള്ള തലയാണ വരെ ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചോക്ലേറ്റ് ടൈപ്പുള്ള തലയാണ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ നമ്മളെ ചോക്ലേറ്റ് കൊണ്ടുള്ള ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ, ചോക്ലേറ്റ് കൊണ്ടുള്ള ഇറേസർ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ഇനിയും നമുക്ക് അങ്ങനത്തെ വീഡിയോ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇതുപോലെ ചോക്ലേറ്റിൻ്റെ പോലത്തെ റബ്ബർ കട്ട കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി അത് വാങ്ങിക്കണം. റബ്ബർ കട്ട എന്ന് പറയുന്നത് നമ്മളെല്ലാം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ റബ്ബർ കട്ട എന്നാണ് പറയൽ, അതുകൊണ്ടാണ് ഡബ്ബർ കട്ട. ഇത് കണ്ട, ഇങ്ങനെയുള്ള നല്ല അടിപൊളി റബ്ബർ. ഇത് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയിട്ട് കൊടുക്കുക. ഇങ്ങനെ കാണുമ്പോൾ ചോക്ലേറ്റ് പോലെ. മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ ചോക്ലേറ്റ് ഷേപ്പിലുമുള്ള ഡബ്ബർ കട്ടകളാണ് നമുക്ക് ഒരുമിച്ച് കിട്ടുന്നത്. 3 എണ്ണം ഒരുമിച്ചാണ് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടെങ്കിൽ കൊടുക്കാം. അത് മാത്രമല്ല വേറൊരു സാധനം കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. എക്സ്റ്റിങ്ക്വിഷറിൻ്റെ ഷേപ്പിലുള്ള എന്തായിരിക്കും, റബ്ബർ ഉണ്ടാകുമ്പം കട്ടർ ഇല്ലാണ്ട് എങ്ങനെയാണ് പോവുക സ്കൂളിൽ അല്ലേ. അപ്പോൾ പിന്നെ നമുക്കൊരു കട്ടർ വേണ്ടേ. അങ്ങനെയാണ് ഞാൻ ഈ കട്ടർ വാങ്ങിയത്. ഷാർപ്നർ എന്ന് പറയും. ഇറേസർ ആകുമ്പം ഷാർപ്നർ വേണം. അങ്ങനെ നമ്മളുടെ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ ഷേപ്പിലുള്ള ഷാർപ്നർ ഞാൻ വിചാരിച്ചു ഈ ഒരു പെട്ടിയിൽ ഒന്നേ ഉണ്ടാവുള്ളൂ എന്ന്. കാരണം അവർ എഴുതിയിട്ടുണ്ട് 1, കിട്ടുമ്പോഴത്തേക്ക് 5 എണ്ണം ഉണ്ട് അതിന് ഒപ്പരം. അതിൻ്റെ അടിയിൽ ഭാഗത്താണ് ഷാർപ്നർ. കുഞ്ഞു കുഞ്ഞു എക്സ്റ്റിങ്ക്വിഷർ. ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാലില്ല, അടിപൊളി ഒറിജിനാലിറ്റീനെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്കും നല്ല ബിരിയാണി ആക്കിയിട്ടുണ്ടായിരുന്നു. ബിരിയാണിയും ബീട്രൂട്ട് ചമ്മന്തിയും എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് കഴിച്ചു. പിന്നെ ഒരു ഉറക്കെല്ലാം കഴിഞ്ഞ് എണീറ്റ ശേഷം ചായയും പപ്സും ബിസ്ക്കറ്റും പിന്നെ വാവേൻ്റെ ബാക്കി ക്രീം ബന്നും തിന്നുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.